ഹലോ നമസ്കാരം, എല്ലാവർക്കും ദേവ്സ് കുക്കിംഗ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു വളരെ റിച്ച് ആയിട്ടുള്ള അതുപോലെ തന്നെ അമേസിങ് ടേസ്റ്റിയായ മുഗളായി ചിക്കൻ്റെ റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. പേര് കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി ഇത് നമ്മുടെ നാട്ടുകാരനല്ലെന്നല്ലേ. അതെ, ഈ റെസിപ്പി നോർത്ത് ഇന്ത്യനാണ്. അപ്പോൾ പിന്നെ നമുക്ക് വീഡിയോ കാണാം. പക്ഷേ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എപ്പോഴും പറയുന്നത് പോലെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യണേ. ശരി, നമുക്ക് വീഡിയോ കാണാമല്ലോ. അപ്പോൾ ഇതിൻ്റെ പ്രിപ്പറേഷൻ നോക്കിക്കോളൂ. ഞാനിതിന് 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെജിറ്റബിൾ ഓയിലാണ് നല്ലത് കേട്ടോ. ഇനി ഞാൻ ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു 3-4 വെളുത്തുള്ളിയും ഇത്തിരി വലുതായിട്ട് തന്നെ കട്ട് ചെയ്തത് അതും കൂടെ ഇട്ട് കൊടുത്തു. ഒരു വലിയ സവാള കട്ട് ചെയ്തത് അതും കൂടെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. ഒരുപാടൊന്നും ഇത് വാടി വരണ്ട, ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മതി. ആവശ്യത്തിന് ഉപ്പ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ 2 പച്ചമുളക് കൂടെ ആഡ് ചെയ്തു. ഇതിൽ എരിവ് അധികം വേണ്ട കേട്ടോ. ഈ റെസിപ്പിക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ കൂടുതൽ എരിവ് വേണമെന്നുള്ളവർ ഒരു 3 പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ 1 ടേബിൾ സ്പൂൺ ചില്ലി പൗഡറും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഇട്ട് കൊടുത്തു. അതുപോലെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അപ്പോൾ ഇത്രയും മതിയാകും. ഇനി നമുക്ക് കുറച്ച് ടൊമാറ്റോ കൂടെ, ഒരു വലിയ ടൊമാറ്റോ എടുത്തോളണേ, അതുകൂടെ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതും ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് 2 മിനിറ്റ് വെച്ചിരുന്നു. ഇനി നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. തണുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഇതുപോലെ നല്ല പേസ്റ്റായിട്ട് എടുക്കാം. ഒരു ചൂട് കട്ടിയുള്ള പാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലോട്ട് ആ ഗ്രേവി ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ആ മിക്സിയുടെ ജാറിൽ ഞാൻ അത് ചേർത്തിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ആഡ് ചെയ്യണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ 1 കിലോ ചിക്കൻ നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചെറിയ പീസാക്കി, ബോൺലെസ് അല്ല, ബോണോട് കൂടി തന്നെയാണ്. അപ്പോൾ അതും ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. എന്നിട്ട് ഇത് ചൂട് കട്ടിയുള്ള പാത്രം തന്നെ നിങ്ങൾ എടുക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിന് നമുക്കൊന്ന് ഒരു 25 മിനിറ്റോളം ഒന്ന് വേവിക്കണം, കുറഞ്ഞത് 20 മിനിറ്റ്. ആവശ്യത്തിന് ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ നേരത്തെ സവാളയിൽ ചേർത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ച് വേണം നിങ്ങൾ ആഡ് ചെയ്യാനേ. ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം ഒരു 20 മിനിറ്റ്. അപ്പോൾ അത് അവിടെ വേകട്ടെ. ഇനി നമുക്ക് ഞാൻ കുറച്ച് ഒരു 30-40 ഗ്രാം കാഷ്യൂനട്ട് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ അതിൽ ആഡ് ചെയ്യേണ്ടതുണ്ട്. അത് പിന്നീട് ചെയ്യാം. നമുക്ക് ചിക്കൻ എന്തായെന്ന് നോക്കാം. ചിക്കൻ ഏകദേശം വെന്തിട്ടുണ്ട്, 90% വെന്തിട്ടുണ്ട്. അടുത്ത സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ പോയിടുന്നത് ഒരു 3 സ്റ്റെപ്പ് പ്രോസസ്സുണ്ട്. അപ്പോൾ നമ്മളൊരു വേറെ പാൻ വെച്ചിട്ട് ഒരു 3-4 ടേബിൾ സ്പൂൺ ബട്ടർ കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ചെറിയ ജീരകം പൊടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു 1 ടീസ്പൂൺ, അതിട്ട് കൊടുത്തു, ഒരു ചെറിയ ടീസ്പൂൺ. അതുപോലെ തന്നെ കസൂരി മേത്തി 1 ടീസ്പൂൺ പൊടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഗരം മസാല അതും 1 ടീസ്പൂൺ. അതെല്ലാം കൂടെ ആഡ് ചെയ്യാം. ഇതാണ് ഇതിന് ഏറ്റവും ഫ്ലേവർ കൊടുക്കുന്ന സംഗതി. അപ്പോൾ ഇതെന്തായാലും സ്കിപ്പ് ചെയ്യാതെ ചെയ്യണം. ഇപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. നമുക്കിതൊന്ന് മൂപ്പിച്ചിട്ട് ആ ചിക്കനിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും സീക്രട്ട് ടേസ്റ്റ് ഏജൻറ്റ് കേട്ടോ. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ ചെയ്യുക. ഇങ്ങനെ ചെയ്തിട്ട് ഇനി അടുത്ത് നമുക്ക് 3rd സ്റ്റെപ്പാണ്. അതുകൂടെ നോക്കിക്കോളൂ എങ്ങനെയാണെന്ന്. അപ്പോൾ ഞാൻ കാഷ്യൂനട്ട് ഇവിടെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ കാഷ്യൂനട്ട് ചേർക്കേണ്ട ടൈമാണ് ഇപ്പോൾ. അപ്പോൾ ഇത് ഭയങ്കര റിച്ചാണ് ഈ സംഗതി കേട്ടോ. ഈ ചിക്കൻ എന്ന് പറഞ്ഞാൽ ഒരു നോർമൽ ഇതിനുള്ളതല്ല, നമുക്കൊരു ഫങ്ഷനൊക്കെ പറ്റിയ സംഗതിയാണ്. അപ്പോൾ നമുക്കിനി 1/2 കപ്പ് ഫ്രഷ് ക്രീം കൂടെ ചേർക്കാം. ഇതെല്ലാം ഇതിന് ടേസ്റ്റ് കൂട്ടുന്ന ഘടകങ്ങളാണ്. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യേണ്ട, മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചെയ്യാം. ഇനി ഒരു 5 മിനിറ്റ് സിമ്മിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ 5 മിനിറ്റായി, ഞാനത് ഓപ്പൺ ചെയ്ത് നോക്കി, നല്ല ഫ്ലേവർ വരുന്നുണ്ട്. നമുക്കിനി കുറച്ച് മല്ലിയില, എത്ര കൂടിയാലും ടേസ്റ്റ് കൂടും, മല്ലിയില കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് ടേസ്റ്റിൻ്റെ കാര്യത്തിൽ എക്സ്ട്രീമാണ് കേട്ടോ, നോ ഡൗട്ട്. ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് ഇതിനെ പുകഴ്ത്തി പറയുന്നതല്ല കേട്ടോ, അത്രയ്ക്ക് ടേസ്റ്റ് ആയതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന എല്ലാം നല്ല റെസിപ്പീസാണ്. ഇത് സ്പൈസ് കൊണ്ട് അത്ര റിച്ച് അല്ലെങ്കിൽ ടേസ്റ്റ് കൊണ്ട് റിച്ച് തന്നെയാണ്. അപ്പോൾ ഇതിന് നിങ്ങൾ ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ നാൻ്റെ കൂടെയോ അല്ലെങ്കിൽ നമുക്ക് കുബൂസിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാം. അപ്പോൾ ഇന്ന് ഞാൻ കുബൂസാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് നല്ല കോമ്പിനേഷനാണ് കേട്ടോ ഇത്. അപ്പോൾ ഇഫ്താർ വിരുന്നിനൊക്കെ പറ്റിയൊരു ഐറ്റമാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് കമൻസൊക്കെ കമൻറ്റ് ബോക്സിലിടുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ഗുഡ് ബൈ.